ഓരോ ഒളിമ്പിക്സ് കടന്നു വരുമ്പോഴും ഇന്ത്യക്കാരുടെ മനസ്സിലെ പ്രതീക്ഷ ഈ ഒളിമ്പിക്സിലെങ്കിലും ഇന്ത്യ ഒരു വലിയ മെഡൽ നേട്ടം സ്വന്തമാക്കുമെന്നാണ്. ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിലും വലിയ പ്രതീക്ഷയോടെയാണ് രാജ്യം പങ്കെടുത്തത്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി വലിയ മെഡൽ നേട്ടമൊന്നും, ഒരു 150 കോടിയിലേറെ ജനസംഖ്യയുള്ള രാജ്യത്തിന് അർഹമായ മെഡൽ നേട്ടമൊന്നും സ്വന്തമാക്കാൻ നമ്മുടെ രാജ്യത്തിന് ഇത്തവണയും സാധിച്ചില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളായ ചൈന പോലെയുള്ളവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചുരുങ്ങിയ എണ്ണം മെഡലുകൾ മാത്രമാണ് നമുക്ക് സ്വന്തമാക്കാനായത്. ഇത്തവണത്തെ ഏറ്റവും വലിയ മെഡൽ നഷ്ടം അത് ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ടിൻ്റെതായിരുന്നു. ആദ്യമായാണ് ഒരു വനിതാ ഗുസ്തി താരം ഒളിമ്പിക്സിൽ ഗുസ്തി വിഭാഗത്തിൽ ഫൈനലിലെത്തുന്നത്. അങ്ങനെ വെള്ളി ഉറപ്പിച്ചു നിന്നിരുന്ന വിനേഷ് ഫോഗട്ടിൻ്റെ മെഡൽ ഏതാനും ഗ്രാമുകളുടെ വ്യത്യാസത്തിൽ അസ്വാഭാവികമായ സാഹചര്യത്തിൽ നഷ്ടപ്പെടുന്നത് രാജ്യം വേദനയോടെയാണ് കണ്ടെത്തുന്നത്. ആ വിഷയത്തിൽ അന്ന് നടന്നിരുന്ന ചില രാഷ്ട്രീയ നാടകങ്ങളുടെ മുഖം മൂടി ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുകയാണ്. അന്ന് വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സ് മെഡൽ നഷ്ടമായതിനു ശേഷം വിനേഷ് ഫോഗട്ട് ആശുപത്രിയിലായിരുന്ന ഘട്ടത്തിൽ അവർക്കൊപ്പമുള്ള ഒരു ചിത്രം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അധ്യക്ഷയായ PT ഉഷ പങ്കുവച്ചിരുന്നു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ചിത്രമാണ്. ഈ ചിത്രം ഉപയോഗിച്ച് സർക്കാരും മോദിജിയും എല്ലാം തന്നെ വിനേഷ് ഫോഗട്ടിനൊപ്പമുണ്ട് എന്നൊരു കുറിപ്പ് കൂടി PT ഉഷ പങ്കുവച്ചിരുന്നു. എന്നാൽ അന്ന് ഈ ചിത്രത്തിലെ യാഥാർത്ഥ്യം ഇപ്പോൾ വിനേഷ് ഫോഗട്ട് തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. തനിക്ക് PT ഉഷയിൽ നിന്ന് ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷ എന്ന നിലയിൽ യാതൊരു സഹായവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ചിത്രം തന്നെ തൻ്റെ അനുവാദമില്ലാതെ പകർത്തിയതാണെന്നും PT ഉഷ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുമുള്ള ആരോപണവുമായി വിനേഷ് ഫോഗട്ട് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് PT ഉഷ എന്ന ഇന്ത്യയുടെ ഒരു കാലത്തെ അഭിമാന കായിക താരത്തെ മുന്നിൽ നിർത്തി ഒരു നാടകത്തിന് BJP സർക്കാർ തിരികൊളുത്തുകയായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടിൻ്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടത്തിന് ശേഷം നാട്ടിലെത്തിയ വിനേഷ് ഫോഗട്ട് ഇപ്പോൾ കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിന്റെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ഒരുപോലെ അഭിമാന പോരാട്ടമായി കരുതുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ട് മറ്റേത് ഘടകത്തെയും പോലെ പ്രധാനമായ ഒരു ചാലക ശക്തിയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാര്യം വിനേഷ് ഫോഗട്ടിനെ രാജ്യം ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുസ്തി താരങ്ങളുടെ സമരങ്ങൾക്കിടെയാണ്. ഗുസ്തി താരങ്ങളുടെ സമരം നയിച്ച 3 പേരിൽ ഒരാളായിരുന്നു വിനേഷ് ഫോഗട്ട്. സാക്ഷി മാലിക്കിനെ പോലെ, ബജ്രംഗ് പൂനിയെ പോലെ ഗുസ്തി താരങ്ങളുടെ സമരം മുന്നിൽ നിന്ന് നയിക്കാൻ വിനേഷ് ഫോഗട്ടും ഉണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടന വേളയിൽ ആ പുത്തൻ പാർലമെന്റിനുള്ളിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂട്ടത്തിൽ ആരോപണ വിധേയനായ മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് സസുഖം വിലസുന്നതിനിടെ ഇന്ത്യയുടെ തെരുവുകളിൽ, ജന്തർ മന്ദറിന്റെ തെരുവുകളിൽ പോലീസിനാൽ വലിച്ചിഴക്കപ്പെട്ട ഒരു കായിക താരം കൂടിയാണ് വിനേഷ് ഫോഗട്ട്. ആ വിനേഷ് ഫോഗട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടി ഇറങ്ങുമ്പോൾ ഹരിയാനയിലെ ജാട്ടുകളുടെയും കർഷകരുടെയും പിന്തുണ കോൺഗ്രസിന് ഉറപ്പിക്കാൻ വിനേഷ് ഫോഗട്ടിന് സാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഹരിയാനയിൽ ഇത്തവണ BJP മൂന്നാമതൊരു വട്ടം കൂടി ഭരണം തേടിയാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതെങ്കിൽ 10 വർഷത്തെ BJP ഭരണത്തിന് ഒരു തിരശീല വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ഇറങ്ങുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ മാത്രമാണ് BJPക്ക് വിജയിക്കാനായത്. ബാക്കി 5 സീറ്റിലും കോൺഗ്രസ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല, കോൺഗ്രസിന് BJPയേക്കാൾ വോട്ട് വിഹിതം ലഭിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങൾക്ക് പുറമെ വിനേഷ് ഫോഗട്ടിന്റെ കടന്നുവരവ് കൂടിയാവുമ്പോൾ കോൺഗ്രസിന് ഒരു മികച്ച വിജയം തന്നെ ഹരിയാനയിൽ സ്വന്തമാക്കാനാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വിനേഷ് ഫോഗട്ടിനൊപ്പം ചിത്രമെടുത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ച് PT ഉഷ രാജ്യത്തെ തന്നെ മിസ്ലീഡ് ചെയ്യുകയായിരുന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ട് ഉയർത്തിയിരിക്കുന്നത്.